ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലത്തിളക്കം സ്വന്തമാക്കി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം. ആവേശകരമായ പോരാട്ടത്തിൽ സ്പെയിനിനെ 2-1 തകർത്താണ് ഇന്ത്യ വീണ്ടും മെഡൽ കരസ്ഥമാക്കിയത്. ഒളിമ്പിക്സ് ഹോക്കിയിൽ തുടർച്ചയായ 2ാം തവണയാണ് ഇന്ത്യ വെങ്കല നേട്ടം സ്വന്തമാക്കുന്നത്. ഇതോടെ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ മെഡൽ വേട്ട 4 കളിയിൽ ഉടനീളം ഉജ്ജ്വല സേവുകൾ നടത്തിയ ഗോൾ കീപ്പർ മലയാളി താരം PR ശ്രീജേഷിന്റെ മികവിലാണ് ഇന്ത്യ വീണ്ടും മെഡൽ കൊയ്തത്. ശ്രീജേഷിന്റെ വിരമിക്കൽ മത്സരം കൂടിയായിരുന്നു ഇത്. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോൾ വല കാത്തതും ശ്രീജേഷ് ആയിരുന്നു. ഇതോടെ 2 തവണ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയായി ശ്രീജേഷ് മാറി. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഗോളുകൾ നേടിയത്. ഇന്ത്യയുടെ 13ാം ഒളിമ്പിക്സ് ഹോക്കി മെഡലാണിത്. ഒപ്പം 52 വർഷത്തിന് ശേഷമാണ് തുടർച്ചയായ 2 തവണ ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടുന്നത്. വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഹോക്കി ടീമിന്റെ വിജയം ഇന്ത്യയെ അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. തലമുറകൾ ഓർക്കുന്ന വിജയമായിരിക്കും ഇത്തവണത്തേതെന്നും യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ ഈ നേട്ടത്തിന് സാധിക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോക്കി ടീമിനെ പ്രധാനമന്ത്രി ടെലിഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ജാവലിൻ ത്രോ ഫൈനലിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ഇന്ത്യൻ സമയം രാത്രി 11:55 മത്സരം. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ ഇന്ത്യൻ താരം അമൻ സെഹ്രാവത്ത് സെമിയിൽ കടന്നു. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ സന്ദർശിക്കും. രാവിലെ 11:20 കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയോടെ ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലെത്തും. തുടർന്ന് പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും നടത്തും. വൈകിട്ടോടെ അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സമഗ്ര പുനരധിവാസ പാക്കേജാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നാളെ ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ 14 ക്യാമ്പുകളിലായി നിലവിൽ 1942 പേരാണ് കഴിയുന്നത്. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി പൊതുമരാമത്ത് വകുപ്പ് 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ സജ്ജമാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അടിയന്തര പുനരധിവാസത്തിന് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി. വയനാട് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങുന്ന സൈനികരെ മന്ത്രിസഭാ ഉപസമിതിയുടെ സാന്നിധ്യത്തിൽ ആദരിച്ചു. മേജർ ജനറൽ VT മാത്യുവിന്റെ നേതൃത്വത്തിലെത്തിയ 391 അംഗ സൈനിക സംഘമാണ് ദുരന്തമുഖത്ത് നിന്ന് മടങ്ങിയത്. വഖഫ് ഭേദഗതി ബിൽ 2024 സൂക്ഷ്മ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. നിയമനിർമ്മാണത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ഓണക്കാല അവധി ദിനങ്ങളോടനുബന്ധിച്ച് KSRTC സ്പെഷ്യൽ സർവീസുകളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് മറ്റന്നാൾ ആരംഭിക്കും. സെപ്റ്റംബർ 9 മുതൽ 23 വരെയാണ് അധിക സർവീസുകൾ. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനുമായി നിലവിലുള്ള 90 ബസിനു പുറമെ ആദ്യഘട്ടമായി ഓരോ ദിവസവും 58 അധിക സർവീസുകൾ നടത്തും. മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെടുന്ന പ്രതികളെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള നിയമവ്യവസ്ഥ കർശനമായി നടപ്പിലാക്കാൻ മന്ത്രി MB രാജേഷ് എക്സൈസിന് നിർദ്ദേശം നൽകി. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. അന്താരാഷ്ട്ര മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ നൌ, മലയാളം സിനിമ ടുഡേ എന്നീ വിഭാഗങ്ങളിൽ 2023 സെപ്റ്റംബർ 1 2024 ആഗസ്റ്റ് 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. നാളെ രാവിലെ 10 മണി മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.